അങ്ങനെ നടി സരയു മോഹനെതിരെ തുറന്നടിച്ചു. രമേശ് പിഷാരടിയുടെ വോയിസ് ശ്വേത മേനോൻ ലീക്ക് ചെയ്ത വിഷയത്തിൽ പ്രതികരിച്ചു. നടി മായ വിശ്വനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചധികം കാര്യങ്ങൾ മായ വിശ്വനാഥ് സംസാരിക്കുന്നുണ്ട്. ജി മലയാളം എന്ന് പറഞ്ഞ ചാനലിലൂടെയാണ് പ്രതികരണവുമായി മായ വിശ്വനാഥ് രംഗത്ത് വന്നിരിക്കുന്നത്. അറിയാലോ, നിലവിലെ സിനിമാക്കാരുടെ അമ്മ സംഘടനയിലെ ഒരു മെമ്പറും കൂടിയാണ് ഈ പറയുന്ന മായ വിശ്വനാഥ്. അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മായ വിശ്വനാഥ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിച്ചു നോക്കാം. ആദ്യമായി അൻസിബ ഹസൻ ലക്ഷ്മി പ്രിയ വിഷയത്തിൽ പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അൻസിബ ഹസൻ ലക്ഷ്മി പ്രിയ വിഷയം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അൻസിബ ഹസനെതിരെ ലക്ഷ്മി പ്രിയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വ്യാജ പരാതി കൊടുക്കുകയും അത് കാരണം അൻസിബ ഹസനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ നിന്ന് ടോർച്ചർ ചെയ്യുകയും അതിനുശേഷം അതിനെതിരെ അമ്മ സംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം അൻസിബ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യം പറയുകയും ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ്. വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മായ വിശ്വനാഥ് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അൻസിബയുടെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങൾ, ഇതിങ്ങനെ ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്താണ് ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ്? എങ്ങനെ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും? കാരണം അൻസിബയുടെ പ്രശ്നം ഇതകത്ത് നിന്ന് തീർക്കേണ്ടതായിരുന്നു. ശരിക്കും അവിടെ ഇന്നസെൻ്റ് അങ്കിളാണ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, ഇടവേള ബാബു എന്ന് പറഞ്ഞ ഇടവേള ബാബു ചേട്ടൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റൂല. നിങ്ങൾ അവസാനം ഒരു കാര്യം പറഞ്ഞല്ലോ, ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, ഇടവേള ബാബു സെക്രട്ടറി ആയിരുന്നെങ്കിൽ അൻസിബക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്നുള്ളത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നതിനും കാരണമുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് ദീർഘകാലം ഈ പറയുന്ന അമ്മ സംഘടനയിൽ ഇന്നസെന്റ് പ്രസിഡന്റ് ആവുകയും ഇടവേള ബാബു സെക്രട്ടറി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ സ്മൂത്ത് ആയി തന്നെ അവർ ഈ അമ്മ സംഘടന കൊണ്ടുപോയിട്ടുണ്ട്. അത് അവരെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ ഇടവേള ബാബു സെക്രട്ടറി ആയിരിക്കുകയും അതേപോലെ തന്നെ ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരു സംഭവം അമ്മ സംഘടനയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ അൻസിബാസിന്റെ പ്രശ്നത്തിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? നടി ആക്രമിക്കപ്പെട്ട കേസ്. ഈ പറയുന്ന ഇടവേള ബാബുവും ഇന്നസെന്റും അമ്മ സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെടുന്നത്, അല്ലേ? അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കാൻ വേണ്ടി അമ്മ സംഘടനയോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ അമ്മ സംഘടന തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങൾ ദിലീപിനൊപ്പമാണ് എന്നുള്ളതാണ്, അല്ലേ? ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ നിൽക്കാൻ പോലും അവർ തയ്യാറായില്ല. അത് കാരണം ആ ആക്രമിക്കപ്പെട്ട നടി പോലും അമ്മ സംഘടനയിലെ അംഗത്വം രാജിവെച്ച് പോയി, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, അന്ന് അത്രയും വലിയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കാതിരുന്ന ഇവർ അൻസിബാസുമായി ബന്ധപ്പെട്ട് ഈ ചെറിയൊരു പ്രശ്നം വരുന്ന സമയത്ത് അൻസിബാസിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഞാൻ എൻ്റെ സംശയം മാത്രമാണ് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി രമേശ് പിഷാരടിയും ശ്വേത മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ലീക്കായ സംഭവം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം രമേശ് പിഷാരടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ രമേശ് പിഷാരടി ശ്വേത മേനോനോട് പറഞ്ഞ പല കാര്യങ്ങളും പബ്ലിക്കിൽ ലീക്കായ സമയത്ത് വേറെ രീതിയിലൊക്കെയാണ് അത് വളച്ചൊടിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള മായ വിശ്വനാഥ് അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. MLA രമേശ് പിഷാരടിക്ക് സംഭവിച്ചത്, 2 സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത്, ഇപ്പൊ നമ്മൾ മാധ്യമങ്ങൾ തന്നെ നമ്മളോട് വരുമ്പോൾ ചോദിക്കും റെക്കോർഡാണ്, നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യണത്, അല്ലെ? അല്ലാതെ നമ്മുടെ അനുവാദമില്ലാതെ ഇത് കേസാക്കാം. എന്തുകൊണ്ടാണ് MLA? അദ്ദേഹം ജനപ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് അത് പുറത്തു വിടുന്നത് എന്ത് ന്യായമാണ്? ഇപ്പം അവിടെ വനിതകളായാലും പുരുഷനായാലും നാളെ ഈ പ്രസിഡന്റ് അടുത്ത് ആർക്കെങ്കിലും ഒരു സങ്കടം വന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് റെക്കോർഡാക്കിയിട്ട് ലോകം മുഴുവൻ കേൾപ്പിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? അങ്ങനെ ഒരു പ്രസിഡന്റിന് നമുക്ക് എന്തിനാണ്? അത് ഏത് സംഘടനയിലായാലും ഏത് ഓർഗനൈസേഷനിലായാലും ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പല സങ്കടങ്ങളും പറയും, ചിലപ്പോൾ ആ ഇമോഷണൽ പല കാര്യങ്ങളും പറയും, ചിലപ്പോൾ സൗഹൃദത്തിൽ പല തമാശകളും പറയും. അതിനെ യൂസ് ചെയ്യുന്നത് എന്തൊരു മോശപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ന്യൂസ് ചാനലിന് അയച്ചു കൊടുക്കുക. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളായിട്ടുള്ള 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതൊക്കെ ന്യൂസ് ചാനലിൽ ലീക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ വലിയ ചെറ്റത്തരം തന്നെയാണ് ശ്വേത മേനോൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ഡീറ്റെയിൽഡ് ആയി സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. പറഞ്ഞു ബോറടിപ്പിക്കേണ്ടല്ലോ. എനിവേ, ഇതെല്ലാം ശേഷം ഈ പറയുന്ന റിപ്പോർട്ടർ മായ വിശ്വനാഥിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും മമ്മൂട്ടി, മോഹൻലാലിനെ പോലുള്ള ആളുകൾ മൗനം പാലിക്കുന്നു? അവർ രംഗത്ത് വരേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊരു ചോദ്യം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ മെമ്പർ എന്ന നിലയിൽ മായ വിശ്വനാഥ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. താരസംഘടനയിലെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ എന്തുകൊണ്ട് മുതിർന്ന താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ നടത്തുന്നില്ല എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഈ 2 താരങ്ങളുടെയും ഭാഗത്തു നിന്ന് വരാത്തത്? കൂടുതൽ താരങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നാറൂന്നറിയാം.
കാരണം ഇവരെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ റെക്കോർഡ് ചെയ്യല്ലേ, റെക്കോർഡ് ചെയ്തിട്ട് അവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരെടുത്തിട്ട് അവരത് പുറത്തു വിടും അല്ലേ. ഇപ്പം നിങ്ങളായാലും നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്നു, പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്തിട്ട് അത് പുറത്ത് വിടുമ്പോൾ നിങ്ങൾക്ക് നാറോ ഇല്ലയോ? നാറും. പിന്നെ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അന്ന്, എന്താണ് സംഘടന അല്ലെങ്കിൽ അന്ന് ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനം അവരുടെ കൂടെയാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു മൈക്കിൻ്റെ മുന്നിൽ. ഇതിനിങ്ങനെ നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോകണം. വളരെ വേദനകരമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ വളരെ വേദനയാവും. കാരണം ഇതിനു മുന്നേ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ആ കമ്മിറ്റിയിൽ എത്ര പേര് നിന്നു? അന്നും അദ്ദേഹം ഇതേപോലെ അദ്ദേഹം രാജിവെച്ചപ്പോൾ എത്ര പേര് അവിടെ രാജിവെച്ചു? ശരി, ആ രാജിവെക്കലിനെ കുറിച്ചൊന്നും പറയാത്തതാണ് നല്ലത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രാജ്യമായിരുന്നു അന്ന് മോഹൻലാലിൻ്റെതെന്ന് പറയാതെ വയ്ക്കുക. ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ ആവോ? ഒരു 1.5 വർഷം മുമ്പേ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടന്മാരുടെ ചീട്ട് കീറിയ ഒരു റിപ്പോർട്ടായിരുന്നു ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ പല നടന്മാരുടെയും പെണ്ണ് കേസ് പുറത്തു വന്നത് കാരണം പലർക്കും ഒളിവിൽ പോകേണ്ടി വന്നു. സിദ്ദീഖ് അടക്കം കുറച്ചു കാലം ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ സംഘടനയിലെ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത് അമ്മ സംഘടനയിലെ നടന്മാർ തന്നെയാണ് അന്ന് ഒളിവിൽ പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മ സംഘടനയോട് ചോദ്യങ്ങൾ വരും. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാതെയാണ് മോഹൻലാൽ രാജിവെച്ച് ഇറങ്ങിപ്പോയത്. ആ രാജിവെച്ചതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമോ? ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു അതെന്ന് പറയാതെ വയ്യ. അപ്പൊ അന്ന് മോഹൻലാലിനോടൊപ്പം ബാക്കിയുള്ളവരും രാജിവെക്കണമായിരുന്നു എന്നൊക്കെയുള്ള മായ വിശ്വനാഥിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പൊട്ടത്തരമാണെന്ന് ഞാൻ പറയും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രാജ്യമാണ്. ഒരു തരം ഒളിച്ചോട്ടമാണ് അന്ന് ലാലേട്ടൻ നടത്തിയത്. ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരനെ ഒളിച്ചോടി. അത്രേ അന്നത്തെ രാജ്യം കണ്ട സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനങ്ങ് വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യല്ലേ മായ ചേച്ചി. എന്തായാലും ഇതിനെല്ലാം ശേഷം നടി സരയു മോഹനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ പറയുന്ന മായ വിശ്വനാഥ് ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, അന്ന് മോഹൻലാലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് അമ്മയുടെ ഭാരവാഹികളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന സരയു മോഹൻ. അന്ന് സരയു മോഹൻ പറഞ്ഞ കാര്യങ്ങൾ മായ വിശ്വനാഥ് ഇപ്പൊ പബ്ലിക്കിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയില് സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങൾ എന്തിനു രാജിവെക്കണം? സരയു മോഹൻ പറഞ്ഞു. ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോന്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? കാരണം ഏറ്റവും സൈലന്റ് കില്ലർ പോയിസൺ ആണ് സരയു മോഹൻ. അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. സരയു മോഹൻ്റെ ഹസ്ബൻഡിനാണ് അന്ന് കുടുംബ സംഗമം തുടങ്ങിയ സമയത്ത് 2.5 ലക്ഷം രൂപയുടെ ഒരിത് കൊടുത്തത്. ഇതെന്താണെന്നുള്ളത് തെളിച്ച് പറയാ. 2.5 ലക്ഷം രൂപയുടെ ചെക്കാണോ അതെങ്കിൽ റെസീറ്റ് ആണോ, എന്താണ് കൊടുത്തത്? കറക്റ്റ് ആയിട്ട് തെളിച്ച് പറ. വെറുതെ ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും സരയു മോഹനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ മായ ചേച്ചി ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ. സരയു മോഹൻ ഏറ്റവും സൈലർ കില്ലൻ പോയിസൺ ആണെന്നൊക്കെയാണ് ഇവിടെ മായ ചേച്ചി ആരോപിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കാവുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണിത്. എന്തായാലും ഇതിന് സരയു മോഹൻ ഏത് രീതിയിൽ മറുപടി പറയുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. മായ ചേച്ചി ഈ പറയുന്നതൊക്കെ ഉള്ളതാണാവോ എന്തോ. ഇനി സരയു മോഹനോട് എന്തെങ്കിലും ദേഷ്യം വന്ന പശ്ചാത്തലത്തിൽ ഇങ്ങോട്ട് കയറ്റി പറഞ്ഞതാണോന്നും അറിയില്ല. അല്ല, ആരും വിശ്വസിക്കാൻ പറ്റൂലേ. പ്രത്യേകിച്ച് ഈ അമ്മ സംഘടനയുള്ള ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളൂല. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് ഞങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഞാൻ അയച്ച ഒരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കിട്ടിയത്? അപ്പോൾ എൻ്റെ സംഘടനയെക്കുറിച്ച് എനിക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ഞാൻ സംഘടനയിൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസർ സംഘടനയിൽ ഞാൻ അയച്ച ഒരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ചാനലിന് കിട്ടിയത്? എങ്ങനെയാണ് അവിടെ നടക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പല കാര്യങ്ങൾ അവർ വീടുകളിൽ എത്തുന്ന മുമ്പ് ഒരു ഓൺലൈൻ ചാനൽ എങ്ങനെയാണ് അറിയുന്നത്? മറ്റേ ഹൈദരാലിന്റെ ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. എന്തോ 1 2 ടോക്സ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലോ ഹൈദരാലിക്ക്. അമ്മ സംഘടനയിൽ എന്ത് നടന്നാലും ആ ചാനൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഹൈദരാലിക്ക് ചോർത്തി കൊടുക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് മായ വിശ്വനാഥ് പറഞ്ഞു വെക്കുന്നത്. അമ്മയിൽ എന്ത് നടന്നാലും ഉടനടി ഈ പറയുന്ന ഹൈദരാലിന്റെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് വരും. ഹൈദരാലിന്റെ ഒക്കെ ഒരു പിടിപാട് നോക്കണം നിങ്ങൾ. എന്തായാലും കൊള്ളാം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, ഈ അമ്മ സംഘടനയിലുള്ള ഒന്നിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല. അവിടെ വന്നൊന്ന് തിരിഞ്ഞ് കളിച്ചാൽ പോലും ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഒരു സംഘടന എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് മെമ്പേഴ്സ് തമ്മിലുള്ള വിശ്വാസതയാണ്. അതൊട്ടില്ലാത്ത സംഘടനയാണ് ഈ പറയുന്ന അമ്മ സംഘടന. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചേഞ്ച് നടക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ബാക്ക് ടു ശ്വേതാ മേനോൻ രമേശ് പിഷാരടി വോയിസ് ലീക്ക് വിഷയത്തിലേക്ക് തന്നെ മായ ചേച്ചി തിരിച്ചു വരുന്നുണ്ട്. ആ ലീക്കായ വോയിസ് കേട്ടവർക്ക് അറിയാം. MLA ആയിട്ടുള്ള പിഷാരടിയെ ഈ പറയുന്ന ശ്വേതാ മേനോൻ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അഭിസംബോധന ചെയ്യുന്നത് എന്താണ്? പിശു പിശു എന്നാണ്. അതിനെ ഭയങ്കരമായ രീതിയിലൊക്കെ മായ ചേച്ചി എതിർക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. രണ്ടുപേർ തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ശ്വേതാ മേനോൻ അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിയായ പ്രവണതയാണ്? ഒരിക്കലുമില്ല. ഞാനൊക്കെ രമേശ് പിഷാരടി എന്ന് പറഞ്ഞ MLA കൂടിയാണ്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു MLA ആണ്. പാലക്കാട് നിന്ന് ജനപ്രതിയായിട്ട് നല്ല വോട്ടോടെ ജയിച്ച ഒരാൾ തന്നെയാണ്.
അപ്പോൾ ആർക്കൊക്കെയോ അതിലൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിനെ അത് റെക്കോർഡ് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതിട്ട് ആൾക്കാരെയും കുറിച്ച് ഞാൻ പറയുകയാണ്. അത് മാത്രമല്ല, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അല്ലേ? അതൊക്കെ പിഷു പിഷു എന്നാണ് വിളിക്കുന്നത്. അത് വല്ലാത്തൊരു പിഷു വിളിയായിപ്പോയി. കാരണം ഒരു MLA ആണ്, ഒന്നെങ്കിൽ പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് MLA എന്ന് വിളിക്കാം, സർ എന്ന് വിളിക്കാം. ഇതുപോലും വിളിക്കാതെ അദ്ദേഹം അതുപോലും പറയാതെ ശ്വേത ചേച്ചിയോട് പിഷു എന്ന് വിളിച്ചപ്പോൾ തിരുത്താൻ പോയില്ല. അവിടെയാണ് ഇപ്പം എനിക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ നിർത്തണം, നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചടിയാവും. എന്ത് തിരിച്ചടിയാവും? ഈ പെണ്ണുമ്പോൾ എന്തോന്നായി പറയുന്നത്? രമേശ് പിഷാരടി MLA ആവുകയോ ആവാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ശ്വേതാ മേനോന്റെ ദീർഘകാല സുഹൃത്താണ് ഈ പറയുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ കുറെ കാര്യങ്ങളായിട്ട് സൗഹൃദങ്ങൾ ഉള്ളതാണ്. ഇവർ ഒരുമിച്ച് എത്രയോ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി പിഷാരടിയെ വിളിക്കാൻ തോന്നുന്നത് പിഷു പിഷു എന്നായിരിക്കും. അതിലിപ്പോ എന്താ അത്ര തെറ്റി? ആ വിളിയിൽ പിഷാരടി കംഫർട്ടബിൾ ആകുന്നിടത്തോളം കാലം നമ്മൾ അതിൽ തെറ്റ് കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടാളും തമ്മിലുള്ള സൗഹൃദ സംഭാഷണമാണ്, അല്ലാതെ പൊതുവേദിയിൽ വന്ന് പ്രസംഗിക്കല്ല ശ്വേതാ മേനോൻ ചെയ്യുന്നത്. വെരി പ്രൈവറ്റ് ആയിട്ടുള്ള സംഭാഷണമാണ്. അതിൽ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളത് ശ്വേതാ മേനോന്റെ ഇഷ്ടമാണ്. അതിലൊക്കെ കയറി കൈകടത്തി ഇങ്ങനെ വിളിക്കാൻ പാടുള്ളൂ, അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ പിഷാരടി MLA ആയാലും, ഇനി അതല്ല നാളെ മുഖ്യമന്ത്രി ആയാൽ പോലും ഈ പറയുന്ന സുഹൃത്തുക്കൾ അല്ലാതാവില്ലല്ലോ. സോ അവരുടെ സൗഹൃദ വലയിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പേരെന്താണോ അത് അവർ വിളിക്കും. ചിലപ്പോൾ നാളെ പിഷു എന്ന് വിളിക്കും, ചിലപ്പോൾ പീന്ന് വിളിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇത് വല്ലാത്തൊരു വിമർശനമായി പോയി. എന്തായാലും ബാക്കി കേട്ടോക്ക് എന്തായാലും ഇനി ഈ സിനിമാ സംഘടനയെ നന്നാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ ശരിയാകും? കാരണം ഇതെന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയാണ് ധ്യാൻ ശ്രീനിവാസൻ. കാരണം ഇന്നസെൻ്റ് പോലെ നല്ല ബുദ്ധിയായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് ധ്യാൻ വരണം. ധ്യാൻ വന്നിട്ട് വേണം ധ്യാന് ചീഞ്ഞ് നാറാന്. എന്തിനാണ് വെറുതെ മൂപ്പര് ഇന്റർവ്യൂ തഗ് ഡയലോഗ് ആയിട്ട് മൂപ്പര് വയ്ക്ക് പോയിക്കോട്ടെ. എന്തിനാണ് വെറുതെ ഈ സംഘടനയിലേക്കൊക്കെ പിടിച്ചിട്ട് മൂപ്പരും കൂടി നാറ്റിക്കുന്നത്? ഉള്ളത് പറയാലോ, ഈ സംഘടനയിലേക്ക് കയറി വന്നവരൊക്കെ 4 ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് മൂപ്പര് നല്ല പേരും കൂടി ഇല്ലാണ്ടാക്കല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഇനി ഈ സംഘടനയിലേക്ക് ആര് വന്നിട്ടും കാര്യമില്ല. കാരണം സംഘടനയിലെ മെമ്പർമാർ തമ്മിൽ ഒരു ഒത്തൊരുമയില്ല. അപ്പൊ അങ്ങനെയുള്ള സംഘടനയിൽ ഇനി ആര് ഭരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായത്തിൽ ഈ സംഘടന അങ്ങോട്ട് പിരിച്ചു വിട്ടേക്ക്, അതാണ് നല്ലത്. ഇതെല്ലാം ശേഷം ഈ സംഘടനയിൽ ജഗദീഷ് ഏട്ടനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മായ വിശ്വനാഥ് പറയുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. ജഗദീഷ് ഏട്ടൻ, എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. അന്ന് ജഗദീഷ് ഏട്ടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇലക്ഷന് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്നാണ് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് നോമിനേഷൻ പിൻവലിക്കുന്നു. എനിക്ക് ഇന്നൊരു ഡൗട്ടുണ്ട്, അതിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കളിയുണ്ടോ എന്ന്. അതേപോലെ തന്നെ ഇലക്ഷൻ്റെ തൊട്ട് ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് എല്ലാ ഓൺലൈൻ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു. അത് ഇവർ ചിത്രീകരിച്ച കഥാപാത്രമാണ്. 2 മാസമായിട്ട് എനിക്കൊരു വളരെ ഡൗട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അന്ന് അവരും അവരുടെ ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ അയാളുടെ പേരിൽ 3 കോടി രൂപയുടെ ഒരു കോടതി കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ ജയിച്ച ശേഷം ഈ മാർട്ടിൻ എവിടെ പോയി? കേസ് എവിടെ പോയി? ഇവിടെയൊക്കെ നമുക്ക് ഡൗട്ട്. ചേച്ചി ഇത് പറഞ്ഞ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അമ്മയെന്ന് തുടങ്ങിയ കാര്യമാണ് ഇപ്പൊ മാർട്ടിന്റെ അടുത്ത് എത്തിയ വരെ കാര്യങ്ങൾ. മാർട്ടിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 2-മത്തെയോ 3-മത്തെയോ പ്രതിയാണ് ഈ പറയുന്ന മാർട്ടിൻ. ഈ ചങ്ങായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആക്രമിക്കപ്പെട്ട് നടിക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ നടിയുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു ആ വീഡിയോ. പലരും ആ വീഡിയോ കണ്ടു കാണും. അന്നത് വൻ വൈറലായിരുന്നു, വൻ ചർച്ച വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശ്വേതാ മേനോന്റെ കളികളാണെന്നൊക്കെയാണ് മായ വിശ്വനാഥ് പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയോ പറയാൻ അങ്ങോട്ട് ഉള്ളത് പറയാൻ ഇവര് കുറച്ചൊക്കെ തള്ളിവിടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. അത്രയും വലിയ കലാകാരന്മാരെ ഒരു എന്താ പറയുക, ഞാൻ അത്ര ഇമോഷണൽ ആവുന്നതല്ല. ഒരു ഗാന്ധി ഭവൻ അല്ലെങ്കിൽ അനാഥാലയത്തിൽ മരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ലാലേട്ടൻ്റെ ഒക്കെ വലിയൊരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ഗവൺമെൻറ് നമുക്ക് സ്ഥലം എന്ന് തരാൻ പറഞ്ഞിട്ട് പോലും അതിന് മുൻകൈയെടുക്കാൻ ഇവർ വരുമ്പോഴെങ്കിലും അത് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്കൊരു അമ്മ എന്നൊരു വീട് വരുമ്പോൾ ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മക്കൾ നോക്കാനില്ലാത്ത കലാകാരന്മാർക്ക് ഒരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ്. സത്യമാണ്. മനുഷ്യന് എന്താണ് നാളെ സംഭവിക്കണമെന്ന് അറിയില്ല. ഈ പാവമൊക്കെ ഇവരെവിടെ കൊണ്ട് വെക്കും? എവിടെ കൊണ്ടാണ് വെക്കാൻ പോകുന്നത്? ഞാൻ ഇത്ര ഇമോഷണൽ ആവുന്ന ഒരാളല്ല. കാരണം പലവരുടെയും കണ്ണുനീര് കാണുകയാണ്. പക്ഷെ അവരൊക്കെ നിസ്സഹാവസ്ഥയാണ്. അവർക്കൊന്നും ഇവരെ എന്താ പറയുന്നത്, ഇവരുടെ അടുത്ത് പോരാടാനുള്ളൊരു കരുത്തില്ല. അവർക്ക് അവരുടെ ഫാമിലി
സമ്മതിക്കില്ല, മക്കൾ സമ്മതിക്കില്ല. ഓക്കെ, സംസാരിച്ച് മായ വിശ്വനാഥ് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് അല്ലേ? എനിക്കും എന്തൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാൻ അമ്മ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം വയസ്സാം കാലത്ത് ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ മരിച്ചുപോയ എത്രയോ കലാകാരന്മാർ നമുക്കിടയിലുണ്ട്. മറ്റേ കവിയൂർ പൊന്നമ്മന്റെ ഒക്കെ കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് താമസിക്കാൻ ഒരു ഇടം കൊടുക്കുക, അവർക്കൊരു ആശ്രയ കേന്ദ്രം നൽകുക എന്ന് പറയുന്നത് വളരെ നല്ല പദ്ധതിയാണ്. അതിന് പോലും ശ്വേതാ മേനോൻ അടങ്ങുന്ന കമ്മിറ്റി തടസ്സം നിന്നു എന്നൊക്കെയാണ് മായ വിശ്വനാഥ് പറയുന്നത് അല്ലേ? ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. പറയുന്നത് സത്യമാണെങ്കിൽ ചെറ്റത്തരമാണ് അവരൊക്കെ കാണിച്ചത്, പറയാതെ വയ്യ. ഇനി നടൻ ദിലീപ് അമ്മ സംഘടനയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു ചോദ്യം റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള മായ വിശ്വനാഥിന്റെ മറുപടി ഒന്ന് കേട്ടോക്കാം. നടൻ ദിലീപ് അമ്മ സംഘടനയിലേക്ക് മടങ്ങി വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്? അല്ല, ദിലീപ് ഏട്ടൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് അന്ന് ബാബുരാജ് ചേട്ടനൊക്കെ ഇരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായിരുന്നു. കാരണം ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി ആദ്യം ഫണ്ട് ഉണ്ടാക്കാൻ ആരും സിനിമ എടുക്കാൻ ഇല്ലാത്ത സമയത്ത് അമ്മ സംഘടന ഒരു കുറച്ച് കാശ് ഇത് ചെയ്യാൻ നമ്മളൊരു സിനിമയ്ക്ക് ആലോചിച്ചപ്പോൾ അന്ന് ദിലീപ് ഏട്ടൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അന്ന് അദ്ദേഹം കൊടുത്ത ആ രൂപ മാത്രമല്ല, 1 കോടി രൂപയാണ് അയാൾ ഫണ്ടിലിട്ടത്. അത് കഴിഞ്ഞ ശേഷം ലാഭം കിട്ടിയപ്പം 50 ലക്ഷം രൂപ എക്സ്ട്രാ ഇട്ടു. അദ്ദേഹത്തിന്റെ കണ്ണീരാണ് അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? അന്ന് എനിക്ക് തോന്നിയിരുന്നു അതൊക്കെ ആയിരിക്കാം പ്രശ്നമെന്ന്. ദിലീപ് എന്ത് കണ്ണീരൊഴിക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ ദിലീപിനെ കണ്ണീരൊന്നുമല്ല. ദിലീപ് കാരണം ഒരു പെണ്ണ് ഇവിടെ കണ്ണീരൊഴിക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവള് കാരണമാണ് ഈ സംഘടന നശിച്ചു പോയതെന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട് ദിലീപിന് അനുകൂലമായി ഈ അമ്മ സംഘടന നിലപാടെടുത്തോ അന്ന് തൊട്ട് ഈ സംഘടനയുടെ അധപതനം തുടങ്ങിയതാണ്. അതിനുശേഷം ഈ സംഘടന ക്ലച്ച് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ദിലീപിനെ കണ്ണീരോണ്ടാണ് ഈ സംഘടന നശിച്ചു പോയെന്ന് പറയരുത് മായ ചേച്ചി. ദിലീപ് കാരണം ആക്രമിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീര് കാരണമാണ് ഈ സംഘടന എങ്ങനെ ആയി പോയത്, അങ്ങനെ വേണം പറയാൻ. അല്ലാണ്ട് ദിലീപിന് എന്തോന്ന് കണ്ണീര്? ഒരു കാലത്ത് ദിലീപ് പറയുന്നതായിരുന്നു ഈ സംഘടന, ആ രീതിയിലായിരുന്നു പ്രവർത്തിച്ചു പോയിരുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അത് എന്റെ അഭിപ്രായമാണ്. അത് വേറെ ആരെയും അടിച്ചേൽപ്പിക്കാനില്ല. പക്ഷെ ദിലീപേട്ടൻ വരില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. വരാത്താണ് നല്ലത്. എന്നിട്ട് എന്താ കാര്യം? മൂപ്പരക്ക് ഈ സംഘടനയിലേക്ക് വന്നു കഴിഞ്ഞാല് മൂപ്പര് പറയുന്ന പോലെ ഈ സംഘടന നടക്കേണ്ടി വരും. അതിലും ഭേദം മൂപ്പര് കൊണ്ടുവരാത്തതാണ്. പറ്റുമെങ്കിൽ ആ ആക്രമിക്കപ്പെട്ട നടിയെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് ദിലീപിനൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് ചീത്തപ്പേരാണ്. ഇനി ദിലീപിനും കൂടി തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ ചീത്തപ്പേര് കൂട്ടണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ബാക്കി പറഞ്ഞാലും കാരണം വേദനിച്ച് ഷമ്മിച്ചേട്ടൻ എന്തിനാണ് അവിടെ നിന്ന് പുറത്താക്കിയത്? ഷമ്മി തിലകനെ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പം നമ്മളെ വീട്ടിൽ നിന്ന് ആ വ്യക്തിയെ പുറത്താണ് ആക്കുന്നത്, അല്ലല്ലോ. എന്തിനാണ് ഷമ്മിച്ചേട്ടനെ പുറത്താക്കിയത്? അങ്ങനെ സുമാരൻ അങ്കിൾ എത്ര പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത്? എന്തിനായിരുന്നു? പക്ഷെ അവരാരും പുറത്ത് വന്നിട്ട് ഇതേമാതിരി ഒരു ഷോ കാണിച്ചിട്ടില്ല, ആണോ? പക്ഷെ അന്നും അതിൻ്റെ അകത്ത് എല്ലാം തീർപ്പാക്കിയിരുന്നു, എല്ലാവരും ചേർത്ത് പിടിച്ചിരുന്നു. ഇന്നെന്താണ് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ഒരു അജണ്ടയുണ്ട്, ഒരു പവർ ഗ്രൂപ്പ് നമ്മുടെ പ്രസിഡന്റ് ബാക്കിലുണ്ട്. അല്ലാതെ പ്രസിഡന്റ് ഇത്രയും വന്ന് നിൽക്കില്ല. ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് അത് ഉറപ്പാണ്. താമസിക്കാതെ അത് അറിയാൻ പറ്റും. പവർ ഗ്രൂപ്പിനെതിരായിട്ടാണ് തന്റെ പോരാട്ടം എന്നുള്ളതാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതാരാണ് ഈ പവർ ഗ്രൂപ്പ്? സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ പെടുന്ന താരങ്ങൾ ആരായിരിക്കും? ഇല്ല, പവർ ഗ്രൂപ്പ് ഒന്നുമില്ല. അത് ശ്വേതാ മേനോൻ ഉണ്ടാക്കിയല്ലേ. രാജ പറഞ്ഞു നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്, പിന്നെ പറയുന്നു പവർ ഗ്രൂപ്പ് ഇല്ലാന്ന്. നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക ചേച്ചി. എന്തായാലും പിന്നെയും ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി കാണിച്ച് വലിച്ചു നീട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞ അവിടെ മായ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും ഉള്ളത് തന്നെയാണ്. പക്ഷെ കുറച്ചൊക്കെ ഇവർ തള്ളിവിടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ നിലപാടുകളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഇവരുടെ സംസാരങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഈ അടുത്ത കാലത്തൊന്നും ഈ സംഘടന നന്നാവാൻ പോണില്ല. ഇനിയും ഈ അമ്മ സംഘടനയിലെ അടികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം കണ്ടില്ലേ, സരിയു മോഹനെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. അതിനൊക്കെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.